കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ചെയർമാനെ ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും ഇനി പുതുക്കിയ ശമ്പളം. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് ഈയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. വ്യാവസായിക ട്രിബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായി പരിഷ്കരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് തീരുമാനം. നിലവിൽ ചെയർമാൻ അടിസ്ഥാന ശമ്പളം 76,000 രൂപയാണ്. വിവിധ അലവൻസുകൾ ഉൾപ്പെടെ 2,26,000 രൂപയാണ് പ്രതിമാസം ലഭിക്കുക. അംഗങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം 70,000 രൂപയാണ്. അലവൻസ് ഉൾപ്പെടെ ഇത് 2,23,000 രൂപ വരെ ലഭിക്കും. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നേരത്തെ PSC ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നു. കൂടാതെ വ്യാവസായിക ട്രിബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായി പരിഷ്കരിക്കും. മുൻപ് 2 പ്രാവശ്യം ശമ്പള വർധന വേണമെന്ന PSC ബോർഡിന്റെ ശുപാർശ സർക്കാർ മാറ്റിവെച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുമ്പോൾ ഇപ്പോഴുള്ള ശമ്പള വർധന വിവാദമാകാൻ ഇടയുണ്ട്. അതേസമയം പട്ടിക വിഭാഗങ്ങൾക്കുള്ള 20 പദ്ധതികളിലെ വിവിധ തരം സഹായങ്ങൾക്ക് നീക്കിവെച്ചിരുന്ന 1,370 കോടിയിൽ 500 കോടി രൂപ സർക്കാർ വെട്ടിക്കുറച്ചു. ലൈഫ് മിഷൻ വഴിയുള്ള ഭവന പദ്ധതിയും ഇതിൽ ഉൾപ്പെടും. ഏറ്റവും പരിഗണന അർഹിക്കുന്ന വിഭാഗം എന്നതുപോലും കണക്കിലെടുക്കാതെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള ഈ കടുംവെട്ട്. ഭവന പദ്ധതിക്ക് ബജറ്റിൽ വകയിരുത്തിയ 300 കോടി രൂപയിൽ കുറവ് വരുത്തിയതോടെ വിഹിതം 120 കോടി രൂപയാകും. ഇതിനു പുറമെ ഹൗസിംഗ് ബോർഡ് മുഖേന നടപ്പാക്കുന്ന MN സ്മാരകം ലക്ഷ്യം വീട് പദ്ധതിക്ക് നീക്കിവെച്ച തുകയിലും കുറവ് വരുത്തി. 3 കോടി രൂപ 1/3 കുറച്ചത്. ഈ പദ്ധതി ഉൾപ്പെടെ ഹൗസിംഗ് ബോർഡ് നടപ്പാക്കേണ്ട 36.50 കോടി രൂപയുടെ പദ്ധതികൾക്ക് ലഭിക്കുക 16 കോടി രൂപയായിരിക്കും. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള ഓഹരി മൂലധനമായി 9 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിരുന്നു. ഈ തുക ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് തുക 1.5 കോടിയായി കുറച്ച വിവരം അറിയുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഭാഗമായി 10 കോടിക്ക് മുകളിലുള്ള പദ്ധതികളിൽ ആവശ്യമില്ലാത്തവ ഒഴിവാക്കാനും 10 കോടിക്ക് താഴെയുള്ളവയുടെ തുക പകുതിയായി കുറയ്ക്കാനുമാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. എന്നാൽ ക്ഷേമ പദ്ധതികളിലെല്ലാം കൈവയ്ക്കുകയാണ് ഇപ്പോൾ. 10 കോടിക്ക് താഴെ ഭരണാനുമതി നൽകിയ പല പദ്ധതികളും പൂർണ്ണമായി ഒഴിവാക്കി. അതുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സപ്ലൈകോയിൽ നിയമന നിരോധനം, സപ്ലൈകോ MD ആണ് ഒഴിവുകൾ നികത്തേണ്ടെന്ന നിർദ്ദേശം നൽകിയത്. ഇതിന്റെ വിവരാവകാശ രേഖ മീഡിയ വൺ ലഭിച്ചു. നിരവധി ഉദ്യോഗാർത്ഥികൾ നിയമനം കാത്തുകഴിയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെയുള്ള തസ്തികകളിൽ നിയമനം നടത്തേണ്ടെന്നാണ് സപ്ലൈകോയുടെ തീരുമാനം. നിലവിൽ 150 തസ്തികകൾ സപ്ലൈകോയിൽ ഒഴിവുണ്ടെന്നാണ് വിവരം. ഇനി ഒഴിവ് വരുന്ന തസ്തികകളിലും ഉടൻ നിയമനം വേണ്ടെന്നാണ് സപ്ലൈകോയുടെ തീരുമാനം. പ്രതിസന്ധിക്ക് കാരണം സപ്ലൈകോ മാത്രമാണെന്ന് പറയാനാവില്ല. ധനവകുപ്പ് പണം അനുവദിക്കാത്തതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണം.